ഈ റൈറ്റിംഗ് സ്റ്റേജിൽ യശ് ആദ്യം ഉണ്ടായിരുന്നു? അത് ജീത്തു ഹാഡ് എ കോൺസെപ്റ്റ്, ഓക്കെ. അതിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു. പിന്നെ യഷിൻ്റെ അടുത്ത് അത് വന്നപ്പോൾ ദേ കൈൻഡ് ഓഫ് ഡെവലപ്ഡ് ദാറ്റ് ഇൻ ടു വാട്ട് ഇറ്റ് ഈസ് ടുഡേ, സ്ലോലി. ട്രെയിലർ കാണുമ്പോഴുള്ള ക്യാൻവാസ് ഭയങ്കര ഷോക്കിംഗ് ആണ്. ലൈക്ക് ഇത്രയും ബഡ്ജറ്റിൽ വരുന്ന സമയത്ത് യു വർക്ക് ഇൻ എ വെരി സ്മോൾ ഫിലിംസ്, അതിൻ്റെ ബഡ്ജറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ടു ദിസ് ടോക്സിക്. മേജർ ഡിഫറൻസ് എവിടെയാണ് വരുന്നത്? അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ഐഡിയയിലാണോ അതോ ബഡ്ജറ്റ് കൂടിയതുകൊണ്ട് ക്രിയേറ്റിവിറ്റി കൂടുമെന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട്? ഇല്ല, ക്രിയേറ്റിവിറ്റി കൂടുമെന്നില്ല, പക്ഷേ അത് വേറൊരു ക്രാഫ്റ്റ് ഉണ്ട്. അതിൻ്റെ കമേഴ്ഷ്യലിസത്തിൻ്റെ ഒരു ക്രാഫ്റ്റ് വേറെ ഉണ്ട്. ഈവൻ ആസ് ആക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയും. ഞാനിപ്പോൾ ഒരു ആക്ഷൻ സീനിലാണ്, നമ്മൾ ഗാങ് വാറിലാണെന്ന് വെച്ചോ, ഞാൻ ബിക്കോസ് ഐ എം എ ആക്ടർ, ലൈക്ക് ട്രെയിൻഡ് ആക്ടർ ആൻഡ് ഓൾ ദാറ്റ്, ഞാനൊരു ഇതിലാകുമ്പോൾ എൻ്റെ ഫേസ് അതിലൊരു സ്ട്രെയിനും ഇതൊക്കെ ഉണ്ട്, ഇങ്ങനെ ആവും. പക്ഷേ ഞാനത് ഈ ഫിലിമിൻ്റെ വേൾഡിൽ ഞാൻ പോയി അത് മോണിറ്ററിൽ നോക്കുമ്പോൾ ഇത് എന്ത് വൃത്തികേട് കാണാൻ. ബട്ട് വെൻ ഐ സി യഷ് കാമായിട്ടുള്ള ഫേസ്, റിലാക്സ്ഡ് ആയിട്ടുള്ള ഫേസ്, ഹീസ് ഡൂയിങ് ദ സെയിം തിങ് ഇൻ ദാറ്റ് സെയിം കെയോസ്, ബട്ട് ഹീസ് നോട്ട് ലുക്കിംഗ് ലെസ് ഇൻറ്റൻസ് ഓർ കാഷ്വൽ, ഹീസ് ജസ്റ്റ് ലുക്കിംഗ് റിലാക്സ്ഡ് ആൻഡ് കാം. ആൻഡ് ദാറ്റ് ഈസ് what makes that movie big. It's these kinds of little things. It's not വലിയ ക്യാമറയോ വലിയ ഇതോ, ഇതുപോലത്തെ ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ ദെൻ ഐ ആസ്ക്ഡ് ഹിം ഓൾസോ, ഇത് ഇങ്ങനെ ഇത് പറ്റുന്നു, ഇത് വെച്ചാൽ ബിക്കോസ് ആസ് എ ആക്ടർ യു പുട്ട് യുവർ സെൽഫ് ദെയർ ഇൻ ദ സിറ്റുവേഷൻ. നമ്മൾ ഇമാജിൻ ചെയ്യും, ഞാൻ ആ സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ഒരു സ്ട്രെയിനിങ്ങും കാണുമല്ലോ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ജോക്ക് ഇത് പറഞ്ഞു, അതൊരു പ്രാക്ടീസാണ്, നമ്മളെല്ലാ ടേക്ക് കഴിഞ്ഞ് പോയി നോക്കണം മോണിറ്ററിൽ. ചിലപ്പോൾ എൻ്റെ ഫേസ് ഇങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമോ, ദൈവമേ ക്യാമറയിലോ മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ എന്തോ ഒരു തെറ്റുണ്ടായിട്ട് റീടേക്ക് ആവട്ടെ, അല്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരും, അയ്യോ എൻ്റെ ഫേസ് കൂളായിട്ട് കാണുന്നില്ല, ഒരു റീടേക്ക് എനിക്ക് പറയാൻ അത് ആവരുത്. ചിലപ്പോൾ റീടേക്ക് കിട്ടിയില്ലെന്നിരിക്കും, കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, അടുത്ത തവണ അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് നമുക്ക്. അങ്ങനെ കിട്ടിയ ഇൻസിഡൻസ് ഉണ്ട് ഈ പടത്തിൽ? അങ്ങനെ ഉണ്ടായ സിറ്റുവേഷൻ ഉണ്ട്? എനിക്ക് ഉണ്ടായിട്ടുണ്ട് നല്ലോണം ഈ പടത്തിൽ. ഈ പടത്തിൽ പിന്നെ ഞാൻ ഇത്ര വലിയ കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഈ ബോൾഡ് ക്യാമറ ഉണ്ട്, അതുണ്ട് 3 ക്യാമറയുടെ മൂവ്മെൻറ്റ് കൊറിയോഗ്രാഫി ഉണ്ട്, അതിൽ ആക്ഷൻ ഉണ്ട്, ബ്ലാസ്റ്റ് ഉണ്ട്. എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അയ്യോ എനിക്ക് പറയാൻ പറ്റുമോ, ഇനിയിപ്പോൾ എല്ലാം ഫുൾ സെറ്റപ്പ് ചെയ്യും, ഒരു മണിക്കൂർ പോകും അതിനകത്ത്. പിന്നെ നമ്മൾ റീടേക്കൊന്നും ആവില്ല, പോയി. പക്ഷേ പടം ഇപ്പോൾ യഷിനെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഇതുപോലത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി സിനിമ എൻഡാവുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ക്വാളിറ്റി കുറച്ചായിട്ട് എനിക്ക് എടുക്കാൻ പറ്റാൻ തുടങ്ങി. എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി ഇത് എങ്ങനെയാണ് ഇതിനെ ചാനലൈസ് ചെയ്യുന്നത് നമ്മൾ. ബിക്കോസ് എൻ്റെ ആക്ച്വലി ജസ്റ്റിഫിക്കേഷൻ തെറ്റായിരുന്നു. നമ്മൾ ആസ് നോർമൽ ഹ്യൂമൻ ബീങ്സ് ഓക്കെ, നമുക്ക് സ്ട്രെയിൻ വരും, പക്ഷേ ആ വേൾഡിൽ ആ ഹീറോ ഉള്ളത് നോർമൽ ഹ്യൂമൻ ബീങ് അല്ല. അയാൾക്ക് ആ സിറ്റുവേഷൻ യൂസ് ടു ആണ്. എന്നിട്ട് അയാൾ ആ സിറ്റുവേഷനിൽ കാമായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആസ് എൻ ഓഡിയൻസ് കൺവിൻസ് ആവുന്നത് അയാൾക്ക് ശരിക്കും ഒന്നും പറ്റില്ല. ബിക്കോസ് ഹീ ഈസ് സോ കാം ആൻഡ് റിലാക്സ്ഡ് ആൻഡ് കോൺഫിഡൻറ്റ് in that situation also, and that's why he's the hero. Adondana we are making a movie about him and not about an ordinary person. Okay, so those are kind of things, kind of ഒരു റീകാലിബ്രേഷൻ എനിക്ക് അവിടെ നടന്നു. ഒരു ഫിലിം സ്കൂളിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് ആസ് എൻ ആക്ടർ. അതെനിക്ക് അവിടെ ഒരു 2 years I got to learn. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഫിലിം സ്കൂളിൽ നിന്ന് നമ്മൾ സെറ്റിൽ വരുമ്പോഴേക്കും ഉണ്ടാകുന്ന മേജർ ഡിഫറൻസസ് ചോദിക്കാൻ വരുമായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ബിക്കോസ് ഈ പടത്തിൽ എനിക്ക് എത്ര സമയം കിട്ടി, ആൻഡ് ബിക്കോസ് ഓൾസോ യഷ് ഇസ് ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഇത്രയും സെക്യൂറായിട്ട് വളരെ ജനറസ് ആയിട്ട് ആ ക്രാഫ്റ്റ് പുള്ളി ഹോൺ ചെയ്തെടുത്താണ് ഇത്രയും വർഷങ്ങളായിട്ട്. പക്ഷെ അത് ഷെയർ ചെയ്യാൻ പുള്ളിക്ക് ഒരു മടിയില്ല. അപ്പോൾ അങ്ങനെ എനിക്കൊരാ ഭാഗ്യമുണ്ടായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.